പാലക്കാട് കരിമ്പയിൽ വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരിച്ചതിന് പിന്നാലെ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും. പ്രദേശത്ത് കൂടുതൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ അവഗണിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ സംയുക്ത സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രദേശത്ത് ഡിവൈഡർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അപകട മേഖലകളിൽ പോലീസ് ചെക്കിങ്ങും നടത്തുന്നുണ്ട്. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് താൻ ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ തന്നെ പരിഹസിച്ചെന്നും NHAIയിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം റോഡ് നിർമ്മാണം വൈകിപ്പിച്ചെന്നും വി.കെ. ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പലതവണ NHAIയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ലെറ്റർ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഒരു അന്വേഷണം നടത്തിയില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ലോക്സഭയിൽ വിഷയം അവതരിപ്പിച്ച് മന്ത്രി എന്നോട് ചോദിച്ചു, കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈവേയിലെ വളവാണോ ലോക്സഭയിൽ അവതരിപ്പിച്ച് ഞാൻ അദ്ദേഹത്തിന് വിശദമായി ഡീറ്റെയിൽസ് കൊടുത്തു. അത്ര അപകടം നടന്നു കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ 2021 അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ കണക്കാക്കിയാറാം 100-ലധികം അപകടങ്ങളാണ്. മരണത്തിനിടയാക്കിയ 60-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരാർ കമ്പനിയുടെ ഭാഗത്ത് പിഴവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരാണെന്നും നാട്ടുകാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതാണ് അപകടത്തിന് കാരണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം പറഞ്ഞു. മരിച്ച കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു PM.A. സലാമിന്റെ പ്രതികരണം. ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട 4 കുഞ്ഞ് അനുജത്തിമാരാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വന്നു നോക്കി പറയുന്നത് റോഡ് ശരിയല്ല. ഇത് നേരത്തെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ബോധ്യപ്പെടുത്തിയതാണ്. ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രതീക്ഷിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അവിടെ കൺമുമ്പിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അതിൻ്റേതായ ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ്. സംയുക്ത സംഘം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് നാളെ സർക്കാരിന് കൈമാറും. അതിലായിരിക്കും റോഡ് നവീകരണം സംബന്ധിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. 24 പാലക്കാട്.